പാലക്കാരൻ. അപ്പൊ എങ്ങനെയാ ഇതിന്റെ ഒരു കാര്യം? അപ്പൊ ഇതിനകത്ത് താങ്കളുടെ ഒരു സ്വന്തം, താങ്കൾ ചിലപ്പോ ഈ നിർവ്യാജം ചില കാര്യങ്ങൾ പറയുന്ന ആളാണല്ലോ. കേട്ടില്ല. നിർവ്യാജം അതെന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഭാഷ ഞാൻ പറയാം, മുഖത്തടിച്ചോലെ പറ. അത് തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു ട്രെൻഡാ. ഈ മാവുള്ള മാങ്ങയിലെ കല്ലെറിയുന്നുള്ള പറഞ്ഞ പോലെ അതെ, സ്വാഭാവികമായിട്ട് സലിമേട്ടൻ ഭരിക്കുന്നു. അവിടെ സർവ്വതല്ലേ അവിടെ ഞാൻ പോയി. അങ്ങേ പോലെ ഒരുപാട് സെലിബ്രിറ്റീസ് വരും. അപ്പൊ സലിമേട്ടന്റെ ഒരു മരിച്ചു കിടക്കുന്ന വിഷ്വൽസ് ഒന്നും യൂട്യൂബിലൊന്നും അധികം വന്നിട്ടില്ല. മീൻസ് ഈ യൂട്യൂബേഴ്സ് അധികം എടുത്തിട്ടില്ല. അവിടെ വരുന്നവരുടെ റിയാക്ഷൻസ് ആണ്. അവരെ കുറ്റം പറയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ പോലെ ഓർഗനൈസേഷൻ, പെട്ടെന്ന് ഒരാൾ മരിക്കുന്നു. ഈ കല്യാണമൊക്കെയാണ് നേരത്തെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഒരു മരണം പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഒന്നുമല്ല ഒരാൾ മരിക്കണത്. അപ്പം അത് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത് ഒരു ട്രെൻഡ് ബേസ് ആണ്. കാരണം നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ വീഡിയോസ് ഒക്കെ ആയിരുന്നു. ഇപ്പം പണ്ട് ഈ പാപ്പരാസികൾ എന്ന് പറയായിരുന്നു പണ്ട് എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ അതേ ഒരു ട്രെൻഡ്. അവർ ചോദിക്കും, ഫസ്റ്റ് ഒന്ന് ചോദിക്കും ഈ ഔട്ട്ഫിറ്റ് എന്നോ എന്താണ്, വാച്ചിന്റെ വില എന്താണ്, ഷർട്ടിന്റെ വില എന്താണ്, ഷൂവിന്റെ വിലയാണ്, പാന്റിന്റെ വിലയാണ്. അവസാനം ഇപ്പൊ അണ്ടർവെയറിന്റെ വില, ഇതിന്റെ ഇന്നർവെയറിന്റെ വില ചോദിക്കുന്ന ഒരു അവസ്ഥ, ടോട്ടൽ നമ്മുടെ വില ഇളക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. തെറ്റല്ല, ഇതൊന്നും തെറ്റല്ല, ഇതൊക്കെ ട്രെൻഡിന്റെ ഭാഗമാണ്. SKN ഞാനൊക്കെ അംഗീകരിച്ചേ പറ്റൂ. കാരണം ഇവരോടൊന്നും നമുക്ക് മുട്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അഭിപ്രായം, എന്റേതായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഈ പറയുന്നത് അവസരോചിതമായിട്ട് പെരുമാറുക. ഞാനും മരണ വീട്ടിൽ പോയി വാർത്ത ചെയ്തിട്ടുണ്ട്. മരണം കഴിഞ്ഞിട്ട് അതൊരു വിഷയങ്ങൾ, അതൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കൊരു വീട്ടിൽ ചടങ്ങ് നടക്കാനുള്ള വകതിരിവും ബോധവും, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു ഹിന്ദു വീടാണെങ്കിൽ അവിടെ ഒരു ചടങ്ങ് നടക്കുക മരണം കഴിഞ്ഞിട്ട്, അതിനുള്ള സ്പേസ് അവർക്ക് കൊടുക്കണ്ടേ? മനുഷ്യരല്ലേ, മര്യാദ കാണിക്കണ്ടേ? എനിക്കതിനെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.